നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. എബ്രായ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യമാണിത്. ക്ഷീണിക്കുക, മടുക്കുക, വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകുകയും മടുപ്പ് തോന്നുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകാം. നാം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തപ്പോൾ, ആരും അംഗീകരിക്കാത്തപ്പോൾ, ആരും കൂടെ നടക്കുവാൻ ഇല്ലാതെ വരുമ്പോൾ മടുപ്പുളവാകും, തളർന്നു പോകും, ക്ഷീണിക്കും. മടുപ്പുളവാക്കുന്ന നേരത്താണ് നാം ചെയ്ത കാര്യങ്ങളൊക്കെ അയവിറക്കുന്നത്. ഇത്രയും ഞാൻ ചെയ്തിട്ടും, ഞാൻ ഒത്തിരി അധ്വാനിച്ചു എന്നിട്ടും ഇനിയും ഇങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ച് തളർന്ന് പിന്മാറുവാൻ സാധ്യതയുണ്ട്. എന്നാൽ എബ്രായ ലേഖന കർത്താവ് നമ്മോട് പറയുന്ന ഒരു വാക്യമുണ്ട്. എല്ലാവരും കൈവിട്ടു, ആരും കൂടെയില്ല, ആരും ആശ്വാസത്തിനില്ല എന്നൊക്കെ വിചാരിച്ച് ക്ഷീണിച്ച് മടുപ്പുളവാകുമ്പോൾ യേശുവിനെ ധ്യാനിക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പാപികളുടെ വലിയ ഒരു കൂട്ടത്തിന്റെ വിരോധം തനിക്ക് നേരിട്ടപ്പോഴും, തനിയെ ക്രൂശിലേക്ക് നടന്നു പോയപ്പോഴും, എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും ക്ഷീണിക്കുകയോ മടുക്കുകയോ ചെയ്യാതെ തന്റെ മുൻപിൽ ഉണ്ടാകുവാൻ പോകുന്ന സന്തോഷമോർത്ത് അപമാനങ്ങളെല്ലാം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊള്ളുക. പ്രിയമുള്ളവരെ, കർത്താവ് അനുഭവിച്ചത്രയും ഒന്നും നാം അനുഭവിച്ചിട്ടില്ലല്ലോ. ക്ഷീണിച്ചു പോകേണ്ട, മടുക്കുകയും വേണ്ട. ഇനിയും അല്പസമയം കൂടിയേ ഉള്ളൂ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിന്റെ വെളിച്ചമായി നിലകൊള്ളാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ.